അതെ ഗായ്സ്, അപ്പോൾ ഞാൻ അക്കുട്ടിനോട് യാത്രയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ച് കളിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കുട്ടിനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് എൻ്റെ റെസ്ട്രിക്റ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനാണ്. അപ്പോൾ ബബ്ബായി പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് VTNZ ഗ്ലെനിൻസ് അവിടെയാണ് എൻ്റെ ഇന്നത്തെ ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ലക്കിച്ചമായിട്ട് ഇന്ന് എൻ്റെ കൂടെ വന്നിരുന്നത് ജിഷ്ണുമോനാണ്. അപ്പോൾ അവനാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കവടിയുള്ളിൽ നേരെ വിടുന്നത് VTNZ ഗ്ലെനിനിലേക്കാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഇവിടെ ലേണേഴ്സ് എടുക്കുന്നവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് എടുക്കുകയാണ്. ജീവിതത്തിൽ സൈക്കിൾ പോലും ചോട്ടാത്ത ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇവിടെ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷമാണ് ഗായ്സ്. അങ്ങനെ എനിക്ക് എൻ്റെ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് കിട്ടി. സോ അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയൊക്കെ ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ലൈസൻസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കിങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനും എല്ലാത്തിനൊക്കെ എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റിൽ എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരാനുണ്ട്. ഒരു ക്രിട്ടിക്കൽ എററാണ് എനിക്ക് വന്നത്. അത് വലിയ ക്രിട്ടിക്കൽ എറർ അല്ലായിരുന്നു, പക്ഷേ ജഡ്ജ്മെൻറ്റ് വൈസിൽ എങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞത്. ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് ഞാൻ പറയുകയാണ്. പപ്പയുടെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. അനാവശ്യമായിട്ട് സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാലും ചെയ്യും. ആ സെക്കൻഡിലിടും കാണട്ടെ. എന്താ പറഞ്ഞിട്ടാണല്ലോ പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണല്ലേ? അങ്ങനെ എനിക്ക് മടിച്ച് മോനെ ലോട്ടറി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ സീ ബൈ.